ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 4ാമത്തെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു ഏരിയ, ശാന്തമായിട്ടുള്ള ഏരിയക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിലേക്ക് പോകാം. അതാണ് കൊന്ത ഹൗസ്. ആ വണ്ടി കൂടെ അപ്പുറത്തുനിന്ന് അടിക്ക് വന്നോട്ടാ. Wow, there's a little
കുറച്ച് വഴിയിലാവണോ? പോവാൻ പറ്റില്ല. അപ്പൊ ഇറങ്ങിക്കോ. വെറുതെ കറങ്ങാൻ വേണ്ടി ക്യാമറ പിടിച്ചിരിക്കും കിട്ടും. ഹായ്, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ വന്ന സ്ഥലം നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഇനി ഇപ്പൊ ഒന്ന് വെറുതെ ഒന്ന് കാണിക്കുന്നു. ഇത് നമ്മള് ശരിക്കും നന്നായിട്ടൊന്ന് കാണിക്കും. ഇതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന ഒരു സ്ഥലം കേട്ടോ. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം നല്ല പുല്ലും കാര്യങ്ങളും. ഇത് നോക്കി ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. അതോ മറ്റേ കവുങ്ങ് കൊണ്ട് മറ്റേ കുറെ സംഭവങ്ങളും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇവര് മീൻ വളർത്തിയിട്ട് പിടിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഏരിയ. കണ്ടോ കേട്ടോ. ഇപ്പൊ ഇതുപോലെ ഇപ്പൊ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് വന്ന സ്ഥലമാണിത്. പക്ഷെ വെള്ളം വരുമ്പോ ഇങ്ങനെയല്ല അവസ്ഥ. ഈ വഴിക്കേ വരാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. വേണ്ട പറ്റിച്ച് കൊണ്ടുവന്ന ആൾ വേണ്ട അടുത്ത ബണ്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നവരാണ് നിൽക്കുന്നവൻ. ആദ്യ വഴി വെച്ചിട്ട് നമ്മള് മറ്റേ പിരിഞ്ഞു പോവുണ്ടോ. ഇവനും കൂടി ഉണ്ട് കേട്ടോ അതിന്റെ ആള്. മരം വീട് കിടക്കുന്ന ഞങ്ങളറിഞ്ഞോ ഗൈസ്? മരം വീട് കിടക്കുന്ന നമ്മളെ വണ്ടി നിൽക്കുന്നുണ്ടോ? അതാ രണ്ടെണ്ണം അവിടെ കണ്ടാ, അവിടെ മരം വീണ് കിടക്കാണ്. രണ്ടെണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂല. എന്തൊക്കെയായാലും കുഴപ്പമില്ല. നമ്മള് പുതിയൊരു സ്ഥലവും കൂടി മറ്റേ കണ്ടൂലടാ. നമ്മുടെ സ്ഥലം എങ്ങനെയുണ്ട്? വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ മാത്രം പുല്ലുണ്ട്, അവിടെ ഒന്നും പുല്ലേ ഇല്ല കേട്ടോ. അവിടെയൊക്കെ പിള്ളേർ കളിക്കാൻ വേണ്ടി ചെത്തി എല്ലാം കളഞ്ഞു കഴിഞ്ഞു. അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കളിയാണ് കായികം. ശരീരത്തിനും ഫിറ്റ്നസ് അത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ പുതിയ ഞങ്ങൾ ഇത്രയും ഈ ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ. അതിപ്പോ ആദ്യമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ പാതി വഴി വെച്ച് മുട്ടിച്ചെന്ന് പറയുന്നത് നമ്മുടെ വണ്ടി നിൽക്കുന്നത് കണ്ടോ. നമ്മൾ ആ അറ്റത്തേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവൻ പറഞ്ഞ വഴിയൊക്കെ ഓക്കെയാണ്. ഇവിടെയുള്ള ഒരു എന്തോ ചെയ്തിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാ കണ്ടോ, ഇതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി കാഴ്ചയുള്ള സ്ഥലമാണ്. പക്ഷെ ഇവര് കുറച്ച് മറ്റേ അന്ന് നമ്മള് മറ്റേ ജീപ്പൊക്കെ വന്നത് അത് ഈ വഴി കൂടിയാണോ? അപ്പൊ എങ്ങനെയാണ് ഇത് ഇവിടെ ക്ലോസ് ചെയ്യാൻ സാധ്യത? അതെന്താ എനിക്കറിയില്ല. ഇത് ഈ അടുത്ത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. നോക്ക്, വേലി കെട്ടിയിരിക്കണ നോക്ക്. എങ്ങനെയാണ് കൊണ്ടായിരിക്കും അല്ലേ? എന്തോ ആയിക്കോട്ടെ. അപ്പൊ പാതി വഴിയില് മത്സ്യകൃഷി നടക്കണോടെയാണ് വന്നിരിക്കുന്നത്. വെള്ളം ഉണ്ടെങ്കിൽ ഞാനൊക്കെ മുങ്ങിപ്പോകും. ഈ കാണണമെന്നല്ല ഇവിടെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ വീടുകളിലടക്കം കൂടെ കയറുന്നു. ആ റോട്ടിലേക്ക് കയറും. റോഡൊന്നുമല്ല, റോഡ് വിട്ട് ഇതാ. ഇവര് ഇരിക്കുന്ന ഈ സൈഡ് മൊത്തം വെള്ളം കയറുന്ന ഏരിയ ആണ്. ഇവർക്കൊക്കെ മറ്റേ ഞാൻ അടുത്ത വഞ്ചി വേണം വിളിച്ചിട്ട് പോകാനായിട്ട് വീട്ടിലേക്ക്. ഡാം കെട്ടിന്റെ ഉള്ളിലാണ് വീട്. എങ്ങനെയൊക്കെ ഇവര് താമസിക്കണോ വെള്ളം കയറുമ്പോ? എന്താ മോളെ, ചങ്ങാടം നേരത്തെ ഉണ്ടാക്കി കൂട്ടാനുള്ള മുളകളൊക്കെ ഉണ്ട്. ചങ്ങാടം വരും. അവിടെ ഞങ്ങൾ അന്ന് നമ്മൾ ആ വഴി വന്നപ്പോ മറ്റേ ചങ്ങാടം ഉണ്ടായിരുന്നു. ഒരു തവണ ഞാനും എന്റെ 2 പിള്ളേരും കൂടെ വരുന്ന സമയത്ത് അവിടെ ഒരാള് കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട്, അത് എവിടെ മറ്റേ പുലിപ്പാറ ആ സ്ഥലത്തേക്ക് മറ്റേ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട് ഇവര് എളുപ്പ വഴി നോക്കിട്ട് വഞ്ചി ഒരു അമ്മയും ഒരു അച്ഛനും കൂടെ വഞ്ചി തുഴഞ്ഞ് ഏട്ടന്മാരെ വന്നു. അതിന്റെ വീഡിയോ ഉണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് മയക്കൂല. എനിക്ക് നമ്മള് ചാനല് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും എടുത്ത് ഇട്ടിട്ടുമില്ല. അതിന്റെ വീഡിയോ ഉണ്ട്, ഞാൻ ഒരു തവണ ഇട്ട് തരാം. ഓക്കെ. എന്തായാലും പോകുന്ന വഴിക്ക് ഒരു സംഭവം കൂടെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. പോവാ.
ഡേഞ്ചറാണ്. അല്ല നിങ്ങൾ വേണമെങ്കിൽ നേരെ എടുത്തു നോക്ക്. എന്റെ എഞ്ചിനായിട്ട് ഓഫ് ആവണ്ട. ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞു. വീഴണത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. വീണത് അവർക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇനി അടുത്ത വീഴ്ചയിൽ നമ്മൾ അതും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ വേറൊന്നുമില്ല. അവർക്ക് ആർക്കും എടുക്കാനുള്ള സമയം കിട്ടില്ല. അതിന് മുമ്പേ ഞാൻ വീട് കഴിഞ്ഞു. അപ്രതീക്ഷിതമായിരുന്നു. ക്യാമറ കണ്ണുകൾ വഴിക്ക് എങ്ങനെയാണെന്ന് അറിയൂല. ഈ വഴി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ്. പോണ വഴിക്ക് വീഴുകയാണെങ്കിൽ അത് എടുത്ത് വെക്കാം ഗൈസ്. വിശദമായിട്ട് ഒരെണ്ണം കിട്ടിയാ കിട്ടി. എന്നാ നോക്കിക്കോ, കല്ലും കിണ്ണും ഒന്നുമില്ല. ഒരു വീഡിയോക്ക് ഒരു രസം ഗുമ്മ കിട്ടും. ഓഫായില്ലേ? അത് കുറച്ചേരത്തേക്ക് ഉണ്ടാവുള്ളൂ. അടുത്തത് എന്താ ആയിക്കൂടെ കേറണുണ്ടോ? എങ്ങനെ പോകും വരാ? വന്നതാ ഇത്ര ഇരുട്ടായി പോയി. പക്ഷെ നല്ല ഏരിയ ആണ്. അടിപൊളി ഏരിയ ആണ്. കണ്ടോ? താഴെ ഡാമിന്റെ പച്ചപ്പുല്ല് ഇങ്ങോട്ട് വാ. നല്ല ഒരു 1.5 കുഴിയുണ്ട് കേട്ടോ. കുഴിയാണ്. ഇരുട്ടാണ്. ഒരു ദിവസം പകല് വന്ന് കാണിക്കാൻ തോന്നുന്നു അല്ലേ? എന്താ കുഴി ഇടിഞ്ഞു പൊളിഞ്ഞു വീണതാണ്. ഒന്നും കാണൂല, മൊത്തം ഇരുട്ടാണ്. എങ്ങനെ കാണാൻ? ഏറ്റവും മുമ്പ് വരായിരുന്നു. മാമനെ കിട്ടിയാ? മാമനെ കിട്ടിയല്ലോ. എന്നാ ശരി ഗൈസ്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇതോടെ പോകണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തത് ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ വന്നിട്ട് അടുത്ത വീക്കില് നേരത്തെ വന്ന് നമ്മൾ ഇവിടുത്തെ സൗന്ദര്യങ്ങളെല്ലാം നിങ്ങൾ കാണിച്ചു തരുന്നത്. അതുവരയ്ക്കും ഗുഡ് ബൈ.